ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മത്സര പരീക്ഷകളിലെ കേരളം എന്ന വിഭാഗത്തിൽ നിന്നുള്ള ചോദിച്ച 100 ചോദ്യങ്ങളാണ്. അപ്പൊ 100 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. 100 ചോദ്യങ്ങളായിട്ട് വേണോ അതോ നമ്പർ കുറച്ചിട്ട് 50 ചോദ്യങ്ങൾ വേണോ എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്വസ്റ്റ്യൻസ്, അതായത് മലയാളത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ബ്ലോഗിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. psc.bibimohanan.com നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സ് ഒക്കെ ഡയറക്റ്റ് കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം: ഭാരതത്തിന്റെ വിദേശകാര്യ വകുപ്പ് കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച മലയാളി നയതന്ത്രജ്ഞൻ ആരാണ്? ഭാരതത്തിന്റെ വിദേശകാര്യ വകുപ്പ് കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച മലയാളി നയതന്ത്രജ്ഞൻ ആരാണ്? KPS മേനോൻ. ഭാഷാദർപ്പണം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഭാഷാദർപ്പണം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആറ്റൂർ കൃഷ്ണ പിഷാരടി. ആറ്റൂർ കൃഷ്ണ പിഷാരടി. ആറ്റൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ് എന്ന് ചോദിക്കാം. തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആറ്റൂർ കൃഷ്ണ പിഷാരടി. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ ആരാണ്? ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ രാമു കാര്യാട്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കർ ആയത് ആരായിരുന്നു? RS ഉണ്ണി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കർ ആയത് RS ഉണ്ണിയാണ്. കേരളത്തിൽ വായനാ വാരമായി ആഘോഷിക്കുന്നത് ജൂൺ 19 മുതൽ 25 വരെയാണ്. കേരളത്തിൽ വായനാ വാരമായി ആഘോഷിക്കുന്നത് ജൂൺ 19 മുതൽ 25 വരെ. ഭ്രാന്തൻ ചാന്നാൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഭ്രാന്തൻ ചാന്നാൻ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രമാണ്. ഭ്രാന്തൻ ചാന്നാൻ മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. അത് എഴുതിയതാരാണ്? CV രാമൻ പിള്ള. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP യോഗം സ്ഥാപിതമായ വർഷം ഏതാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത് 1903 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ, അതായത് 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി, കേരളത്തിലെ വേദിയായിരുന്നത് പയ്യന്നൂർ. കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകനായ വടക്കൻ ഡിവിഷന്റെ പേഷ്കാർ ആരായിരുന്നു? കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകനായ വടക്കൻ ഡിവിഷന്റെ പേഷ്കാർ ആയിരുന്നു T രാമറാവു. 1878 സ്ഥാപിച്ചത്. ഭ്രാന്താലയം അത് രചിച്ചത് ആരാണ്? ഭ്രാന്താലയം കേശവദേവിന്റെ കൃതിയാണ് ഭ്രാന്താലയം. ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ R രാമചന്ദ്രൻ നായരാണ്. ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ഡാറാസ് മെയിൽ സ്ഥാപിച്ചത്, കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ഡാറാസ് മെയിൽ സ്ഥാപിച്ചത് ജെയിംസ് ഡാറ ആണ്. ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 1978 ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം, കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാറാണ്. ആദ്യത്തെ കയർ ഗ്രാമം വയലാർ. ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം കാലടി. കാലടിയിലാണ് ശ്രീ ശങ്കരാചാര്യർ ജനിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് രാമകൃഷ്ണ റാവു. രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. ശ്രീ ശങ്കരാചാര്യർ ഊന്നൽ നൽകിയ മാർഗം ഏതാണ്? ശ്രീ ശങ്കരാചാര്യർ ഊന്നൽ നൽകിയ മാർഗമാണ് ജ്ഞാനമാർഗം. ജ്ഞാനമാർഗം. കേരളത്തിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് KT കോശി. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് KT കോശി. ക്രിസ്തുഭാഗവതം രചിച്ചത് ആര്? ക്രിസ്തുഭാഗവതം രചിച്ചത് PC ദേവസ്യ.
കേരളത്തിൽ ഏതു വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്? കേരളത്തിൽ ഏതു വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്? 1960 തെരഞ്ഞെടുപ്പിലാണ്. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിജയിച്ചത് KM മാണിയാണ്. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിജയിച്ചത് ശ്രീ KM മാണിയാണ്. മലയാളത്തിൽ നിന്നും ഉർവശി അവാർഡ് ആദ്യമായി നേടിയത്? മലയാളത്തിൽ നിന്നും ഉർവശി അവാർഡ് ആദ്യമായിട്ട് നേടിയത് ശ്രീമതി ശാരദ ആണ്. ശ്രീമതി ശാരദയ്ക്കായിരുന്നു മലയാളത്തിൽ നിന്നും ഉർവശി അവാർഡ് ആദ്യമായി നേടിയത്. മലയാളി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആരുടെ പേരാണ് പറയേണ്ടത്? മോനിഷയുടെ പേരാണ് പറയേണ്ടത്. കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? നെയ്യാർ ഡാം. അവിടെയാണ് ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് ഉള്ളത്. ശ്രീ ശങ്കരാചാര്യരുടെ ഗുരു ആരാണ്? ഗോവിന്ദപാദർ. ഗോവിന്ദപാദർ ആണ് ശ്രീ ശങ്കരാചാര്യരുടെ ഗുരു. കേരളത്തിലെ ആദ്യത്തെ ഒളിമ്പ്യൻ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഒളിമ്പ്യൻ CK ലക്ഷ്മണൻ. ആരാണ്? CK ലക്ഷ്മണൻ. എലിപ്പത്തായം എന്ന സിനിമയുടെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് എലിപ്പത്തായം എന്ന സിനിമയുടെ സംവിധായകൻ. ദേശീയ ബഹുമതി നേടിയ ആദ്യത്തെ മലയാള ചിത്രം. ദേശീയ ബഹുമതി നേടിയ ആദ്യത്തെ മലയാള ചിത്രമാണ് നീലക്കുയിൽ. നീലക്കുയിലാണ് ആദ്യമായിട്ട് ഒരു നാഷണൽ അവാർഡ് കിട്ടുന്ന മലയാള ചിത്രം. തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായി ചലച്ചിത്രമായത്? തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായിട്ട് ചലച്ചിത്രമായത്? രണ്ടിടങ്ങഴി. രണ്ടിടങ്ങഴി. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പാണ് കമ്മ്യൂണിസ്റ്റ് ലീഗ്. കമ്മ്യൂണിസ്റ്റ് ലീഗ്. ഗ്രീക്ക് റോമൻ നായകനായ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്ന വർഷം. ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്നത് AD 45 ഗ്രീക്ക് റോമൻ നാവികനായിരുന്നു ഹിപ്പാലസ്. അദ്ദേഹം കൊടുങ്ങല്ലൂരിലെത്തിയത് AD 45 കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള വനം ഏതാണ്? സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള വനമാണ് സൈലന്റ് വാലി. ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. കേരളത്തിൽ ഏതു വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ രൂപവൽക്കരിക്കാൻ കഴിയാതെ പോയത്? 1965 നടന്ന തിരഞ്ഞെടുപ്പിലായിരുന്നു ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് നിയമസഭ രൂപവൽക്കരിക്കാൻ സാധിക്കാത്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ വനിത ആരാണ്? ശ്രീമതി KR ഗൗരിയമ്മയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ വനിത. ഇനി ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായത് എന്ന് ചോദിച്ചാൽ അത് ശ്രീ KM മാണി ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ വനിത KR ഗൗരിയമ്മ. കേരളത്തിൽ വരയാടുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം ഇരവികുളം. വരയാടുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് ഇരവികുളം. ട്രാവൻകൂർ സിമന്റ്സ് എവിടെയാണ്? ട്രാവൻകൂർ സിമന്റ്സ് നാട്ടകം. നാട്ടകത്താണ് ട്രാവൻകൂർ സിമന്റ്സ്. മലയാളത്തിലെ ആദ്യത്തെ DTS ചലച്ചിത്രം മില്ലീനിയം സ്റ്റാർസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ DTS ചലച്ചിത്രം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സങ്കേതം അതാണ് ചെന്തുരുണി സങ്കേതം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സങ്കേതമാണ് ചെന്തുരുണി. ചെന്തുരുണി എന്ന് പറയും ആ സങ്കേതം, വന്യജീവി സങ്കേതം. 1744 കൊച്ചിയിലെ ബൊൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്?
കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് 1744 നിർമ്മിച്ചത്. അത് നിർമ്മിച്ച ആരാണ്? ഡച്ചുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് ശ്രീമതി പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് തേക്കടി. 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിന്റെ ആദ്യ ഔദ്യോഗിക എഡിറ്റർ ആയിരുന്നത് ആരായിരുന്നു? 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയം അതിന്റെ ആദ്യത്തെ ഔദ്യോഗിക എഡിറ്റർ ആയിരുന്നു ശ്രീ എം ഗോവിന്ദൻ. 18 കവികൾ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത്? 18 കവികൾ മാനവിക്രമദേവന്റെ സദസ്സിനെയാണ് 18 കവികൾ അലങ്കരിച്ചിരുന്നത്. അരക്കവി എന്ന് വിളിച്ചിരുന്നത് പുനം നമ്പൂതിരിയായിരുന്നു. പുനം നമ്പൂതിരിയെ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ ശ്രീ സിക്കന്ദർ ഭക്ത് ആണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ. ബാലാമണിയമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി മുത്തശ്ശി. ബാലാമണിയമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് മുത്തശ്ശി. 1917 സമസ്ത കേരള സഹോദര സംഘം. സഹോദര എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്തുകൊള്ളുക, സഹോദരൻ അയ്യപ്പൻ അല്ലെങ്കിൽ കെ അയ്യപ്പൻ ആണത് സ്ഥാപിച്ചത്. സമസ്ത കേരള സഹോദര സംഘം കെ അയ്യപ്പൻ എന്നാണ് 1917. പദവിയിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ നിയമസഭാംഗം അത് ഡോക്ടർ AR മേനോനാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് കേരളത്തില് പദവിയിലിരിക്കെ നിയമസഭാംഗമായിരിക്കെ അന്തരിച്ച ആള്. ഡോക്ടർ AR മേനോൻ. കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ പക്ഷി സങ്കേതം കുമരകം. കോട്ടയം ജില്ലയിലുള്ള പ്രശസ്തമായ പക്ഷി സങ്കേതമാണ് കുമരകം. ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ രാജാവായത് ഏതു വർഷത്തിലാണ്? AD 1885 ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ രാജാവായത്. ബാലാമണിയമ്മയുടെ ആദ്യത്തെ കാവ്യ സമാഹാരമാണ് ഏത്? കൂപ്പുകൈ. ഏതാണ്? കൂപ്പുകൈ. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ മന്ത്രി ആരായിരുന്നു? പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ മന്ത്രി എന്ന് പറഞ്ഞത് ശ്രീ VK വേലപ്പൻ ആയിരുന്നു. ശ്രീ VK വേലപ്പൻ. 1921 നടന്ന പ്രഥമ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ശ്രീ T പ്രകാശം. 1921 പ്രഥമ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്നു. ബാലചന്ദ്രമേനോനെ ഭരത് അവാർഡിന് അർഹനാക്കിയ ചിത്രം ഏതാണ്? സമാന്തരങ്ങൾ. മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ. 1934 ഏത് സ്ഥലത്തു വെച്ചാണ് കൗമുദി എന്ന പെൺകുട്ടി തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത്? വടകരയിൽ വെച്ചാണ്. 1934 ഏത് സ്ഥലത്ത് വെച്ചാണ് ശ്രീമതി കൗമുദി എന്ന പെൺകുട്ടിയെ നമ്മൾ കൗമുദി ടീച്ചർ എന്ന് വിളിക്കുന്നു, തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത്? വടകര. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? തട്ടേക്കാട്, മംഗളവനം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലർ ആണ് ജ്യോതി വെങ്കിടാചലം. 1921 മലബാർ ലഹള നയിച്ച പണ്ഡിതനാരായിരുന്നു? ആലി മുസലിയാർ. 1921 മലബാർ ലഹള നയിച്ച പണ്ഡിതനായിരുന്നു ആലി മുസലിയാർ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണ് വെങ്ങാനൂർ. 1948 കൊച്ചി നിയമസഭയുടെ പ്രഥമ തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർ ആരായിരുന്നു?
LM പൈലി ആയിരുന്നു. 1948 കൊച്ചി നിയമസഭയുടെ പ്രഥമ തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറായിരുന്നു LM പൈലി. ഏറ്റവും അധികം അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ ഇന്ത്യൻ സിനിമ പിറവി. ഏറ്റവും അധികം അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ ഇന്ത്യൻ സിനിമയാണ് പിറവി. തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി SL പുരം സദാനന്ദൻ. അദ്ദേഹത്തിനാണ് തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് ആദ്യമായിട്ട് ഒരു മലയാളിക്ക് ലഭിച്ചത്. 1957 ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി ശ്രീ KP ഗോപാലനായിരുന്നു. 1957 ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി. മന്ത്രിസഭയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ക്ലാസ്സിൽ ഓരോ മന്ത്രിമാരെ പറ്റിയും പറഞ്ഞിരുന്നു. കേരളത്തിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവ് സ്ഥാപിക്കപ്പെട്ട വർഷം 1857. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം എന്നാണ്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചിയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇക്കണ്ട വാര്യർ. അയ്യനടികൾ തിരുവടികൾ തരിസാപ്പള്ളി ചെപ്പേട് എഴുതി കൊടുത്ത വർഷം AD 849 തരിസാപ്പള്ളി ചെപ്പേട് എഴുതപ്പെട്ടത്. അയ്യനടികൾ തിരുവടികളാണ് എഴുതിയത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? IK കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി. IK കുമാരൻ മാസ്റ്റർ. അപ്പൻ തമ്പുരാൻ സ്മാരകം എവിടെയാണ്? അയ്യന്തോൾ. എവിടെയാണ് അപ്പൻ തമ്പുരാൻ സ്മാരകം? അയ്യന്തോൾ ആണ്. മയ്യഴിയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടന ഏതാണ്? മാഹി മഹാജന സഭ. അതാണ് മയ്യഴിയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടന. അട്ടപ്പാടി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് അട്ടപ്പാടി. യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ്? ശ്രീ നാരായണ ഗുരു. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചതാര്? KK നീലകണ്ഠൻ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇന്ദുചൂടൻ എന്നാണ് അദ്ദേഹത്തിന്റെ തുലികാനാമം വരുന്നത്. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് ശ്രീ KK നീലകണ്ഠൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ശ്രീമതി ജ്യോതി വെങ്കിടാചലമാണ്. ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം. ആദിവാസി ഭാഷയെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ സിനിമയാണ് ഗുഡ എന്ന് പറഞ്ഞത്. ആദിവാസി ഭാഷയിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ സിനിമയാണ് ഗുഡ. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ശിരുവാണി നദി. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ശിരുവാണി. മട്ടാഞ്ചേരിയിൽ യഹൂദ പള്ളി സ്ഥാപിക്കപ്പെട്ട വർഷം 1567 മട്ടാഞ്ചേരിയിൽ യഹൂദ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. അക്ഷരം എന്ന കൃതി രചിച്ചത് ആരാണ്? ശ്രീ ONV കുറുപ്പ്. അദ്ദേഹമാണ് അക്ഷരം രചിച്ചത്. അഞ്ചുതെങ്ങിൽ കോട്ട നിർമ്മിക്കാൻ ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാരെ അനുവദിച്ചത് ഏതു വർഷത്തിൽ? AD 1684 അഞ്ചുതെങ്ങിൽ ഒരു കോട്ട നിർമ്മിക്കാൻ ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാരെ അനുവദിച്ചത്. 99 വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം എന്നാണ് ഉണ്ടായത്? 1924. മലയാള ആണ്ടാണ് ഈ 99. അമ്പലമണികൾ രചിച്ചത് സുഗതകുമാരി. കേരളത്തിലെ ആകെ നദികൾ 44 നദികൾ. കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാല അതാണ് ന്യൂയാൽസ് എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാലയാണ് ന്യൂയാൽസ്. അമ്മ എന്ന കൃതി എഴുതിയത് ആര്? മാക്സിം ഗോർക്കി. 1957 EMS മന്ത്രിസഭയിലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ശ്രീ PK ചാത്തൻ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചത് വയലാർ രാമവർമ്മ. അപ്പുകിളി എന്ന കഥാപാത്രം ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ്. അതാരാണ് എഴുതിയത്? ശ്രീ OV വിജയൻ. അഗ്നിസാക്ഷി രചിച്ചത് ശ്രീമതി ലളിതാംബിക അന്തർജനം.
അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി സി ബാലകൃഷ്ണൻ. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ. മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടുപിടിച്ച ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം AD 45. ആദ്യം നമ്മൾ ഹിപ്പാലസിന്റെ കാര്യം പറഞ്ഞിരുന്നു. 874 ദിവസം കൊണ്ട് മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അദ്ദേഹമാണ് കേരള വ്യാസൻ എന്ന് അറിയപ്പെടുന്നത്. മലബാർ കലാപത്തിന് ശേഷം ലഹളക്കാർ ഭരണാധികാരിയായി വാഴിച്ചത് ആരെയായിരുന്നു? മലബാർ കലാപത്തിന് ശേഷം ആലി മുസലിയാറിനെയാണ് ലഹളക്കാര് ഭരണാധികാരിയായി വാഴിച്ചത്. കേരളത്തിലെ ആദ്യത്തെ നൃത്യ നാട്യ പുരസ്കാരത്തിന് അർഹയായത് കലാമണ്ഡലം സത്യഭാമ. ആദ്യത്തെ നൃത്യ നാട്യ പുരസ്കാരം സത്യഭാമ. ഗുജറാത്ത് ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ മലയാള സിനിമ കാഴ്ച. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ശ്രീ PT ചാക്കോ ആണ് കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? വാളയാറാണ് മലബാർ സിമന്റ് ഫാക്ടറി. അപ്പൊ ഇത്രയും നമ്മൾ 100 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് ഉടനെ അറിയിക്കുക. 100 ക്വസ്റ്റ്യൻസോ അതല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ആയിട്ട് മതിയോ വീഡിയോ എന്നുകൂടി അറിയിക്കുക. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.